ജീവിതം ഒരു അവർ ക്ലാസ്. 90-ാം സങ്കീർത്തനം 1 മുതൽ 17 വരെ. ധ്യാനത്തിനായിട്ട് 10-ാം വാക്യം. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. 2-ാം ലോകമഹായുദ്ധ രംഗത്ത് സേവനമനുഷ്ഠിച്ച ടെഡ് ബെൻഗർടൈനോ എന്നൊരാളിൻ്റെ കഥ ഹൗ ടു സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ് എന്ന ഗ്രന്ഥത്തിൽ ഡെയിൽ കാർണിഗി ഉദ്ധരിച്ചിട്ടുണ്ട്. വിവിധങ്ങളായ മനക്ലേശങ്ങളാലും നിരവധി ജോലി തിരക്കുകളുടെ സമ്മർദ്ദങ്ങളാലും മാനസികമായി ദുർബലരായി തീരുകയും ഫലപരമായി ആരോഗ്യം നശിക്കുകയും ചെയ്യുന്നവരുടെ ചേരിയിൽ ഉൾപ്പെടുത്താവുന്ന ഒരാളായിരുന്നു ടൈഡ്. യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നവരുടെയും കാണാതെയാകുന്നവരുടെയും ആശുപത്രികളിലാക്കപ്പെടുന്നവരുടെയും കണക്കുകൾ എടുക്കുക, അവരെ സംബന്ധിച്ചുള്ള രേഖകൾ തയ്യാറാക്കുക മുതലായ ജോലികൾ നിർവഹിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ടൈഡ്. കൊല്ലപ്പെടുന്ന പടയാളികളുടെ ജഡം ചിലപ്പോൾ മാന്തിയെടുക്കേണ്ടി വരും. യുദ്ധത്തിൽ സൈന്യം മുന്നേറുമ്പോൾ മൃതശരീരങ്ങൾ ശരിയായി മറവ് ചെയ്യാനുള്ള സാവകാശം കിട്ടുകയില്ല. മരിച്ചവരുടെ വസ്തുവകകൾ അവരവരുടെ ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കണം. അതിലൊന്നും തെറ്റുപറ്റാതെ സൂക്ഷിക്കണം. മരണത്തെയും മരിച്ചവരെയും സംബന്ധിച്ച കാര്യങ്ങളാണ് അദ്ദേഹത്തിന് എപ്പോഴും കൈകാര്യം ചെയ്യാനുണ്ടായിരുന്നത്. തികച്ചും മനക്ലേശകരമായ ഒരു ജോലി. സ്വജീവൻ അപകടത്തിലാകുമോ എന്ന ഭയത്തോടും തിരിച്ച് വീട്ടിലെത്തി താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത 1.5 വയസ്സുള്ള തൻ്റെ ഓമനപുത്രനെ വാരിയെടുത്ത് ഉമ്മ വയ്ക്കുവാൻ കഴിയുമോ എന്ന ആകുല ചിന്തയോടുകൂടിയായിരുന്നു അദ്ദേഹം ഓരോ ദിവസവും കഴിച്ചുകൂട്ടിയത്. ഒരു കൊച്ചുകുട്ടിയെ പോലെ അദ്ദേഹം ചിലപ്പോൾ തേങ്ങി കരയുമായിരുന്നു. പ്രത്യേകിച്ചും തനിച്ചിരിക്കുമ്പോൾ. എന്തിന്? അദ്ദേഹത്തിൻ്റെ ആശയെല്ലാം നശിച്ചു. മനസ്സിൻ്റെ സമനില തെറ്റി. വയറ്റിൽ കഠിനമായ വേദന. ഇനി ഒരിക്കലും താൻ സാധാരണ നിലയിലെത്താൻ പോകുന്നില്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. ടൈഡ് ആശുപത്രിയിലായി. എന്നാൽ അവിടെ വെച്ച് ഒരു സൈനിക ഡോക്ടർ നൽകിയ ഉപദേശം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആകമാനം രൂപാന്തരപ്പെടുത്തി. ഡോക്ടർ അദ്ദേഹത്തെ പരിശോധിച്ച ശേഷം തൻ്റെ രോഗം ശരീരത്തിനല്ല മനസ്സിനാണെന്ന് പറഞ്ഞു. പിന്നീട് ഇപ്രകാരം ഉപദേശിച്ചു: മിസ്റ്റർ ടൈഡ്, നമ്മുടെ ജീവിതം ഒരു അവർ ഗ്ലാസ്സാണ് എന്ന് വിചാരിക്കണം. ഒരു ഇടുങ്ങിയ നാളിയിലൂടെ വീഴുന്ന മണൽത്തരികളുടെ അളവ് കണക്കാക്കി മണിക്കൂറുകൾ നിർണ്ണയിക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ് ഹവർ ഗ്ലാസ്. ഈ ഉപകരണത്തിൻ്റെ ഇടുങ്ങിയ കണ്ടനാളത്തിൽ കൂടി സാവധാനത്തിൽ ഓരോ മണൽത്തരി താഴെ വീഴുന്നു. അനേകായിരം മണൽത്തരികൾ ഗ്ലാസ്സിലുണ്ടായിരിക്കും. പക്ഷേ ആരെന്ത് ചെയ്താലും ആ ഗ്ലാസ് ഉടയ്ക്കാതെ ഒന്നിൽ കൂടുതൽ മണൽത്തരി ഒരു സമയത്ത് താഴെ വീഴിക്കാൻ കഴിയുകയില്ല. നിങ്ങളും ഞാനും ഈ അവർ ഗ്ലാസ് പോലെയാണ്. രാവിലെ നാം ഉണരുമ്പോൾ 100 ജോലികൾ നമ്മുടെ മുൻപിലുണ്ടായിരിക്കും അന്നന്ന് ചെയ്തു തീർക്കാൻ. എന്നാൽ അവർ ഗ്ലാസിൻ്റെ ഇടുങ്ങിയ കണ്ടനാളത്തിൽ കൂടി ഓരോ തരി കടന്നു പോകുന്ന പോലെ നമ്മുടെ ജോലികൾ ഓരോന്നും ഒരിക്കൽ ഒന്നു മാത്രം ചെയ്ത് പൂർത്തിയാക്കാൻ ശ്രമിക്കാതിരുന്നാൽ നമ്മുടെ ശാരീരികവും മാനസികവുമായ ഘടന തന്നെ തകർന്നു പോകും. ഒരു സമയത്ത് ഒരു മണൽത്തരി മാത്രം, ഒരു ജോലി മാത്രം എന്നത് ഒരു ജീവിത തത്വശാസ്ത്രമായി ടൈഡ് അംഗീകരിച്ചതോടെ അദ്ദേഹത്തിൻ്റെ വയറുവേദനയും മനസ്സിൻ്റെ അസ്വസ്ഥതയും മാറി. ഇന്നലെയുടെയും നാളെയുടെയും ഇടയ്ക്കുള്ള ഇടുങ്ങിയ നാളി മാത്രമാണ് നമുക്ക് ജീവിക്കാനുള്ള രംഗം. ഇന്നലെയുടെയും നാളെയുടെയും ഭാരം പേറിക്കൊണ്ട് ആ ഇടുങ്ങിയ സ്ഥലത്തുകൂടി കടന്നു പോകാൻ പണിപ്പെടുന്നവർ ശരീര മനസ്സുകളുടെ ആരോഗ്യം സ്വയം നശിപ്പിക്കുന്നവരായിരിക്കും. ഇന്ന് മാത്രമേ നമുക്ക് സ്വാധീനമായിട്ടുള്ളൂവെന്നും ഇന്ന് ചെയ്യാനുള്ള കർത്തവ്യങ്ങൾ ഓരോന്നായി ചെയ്ത് തീർക്കുക മാത്രമേ കരണീയമായിട്ടുള്ളൂവെന്നും നാം ഓർക്കണം. ഉപേക്ഷണീയങ്ങളായ ഇന്നലെയുടെയും ആർക്കും നിശ്ചയമില്ലാത്ത നാളെയുടെയും പ്രശ്നങ്ങളുടെ ഭാരിച്ച മാറാപ്പുകൾ ദൈവത്തിൻ്റെ കയ്യിലേൽപ്പിച്ച ശേഷം ഇന്നിൻ്റെ ഇടുങ്ങിയ പാതയിലൂടെ കടന്നു പോവുകയാണ്. ഓർക്കണമേ, മനുഷ്യൻ്റെ ആവശ്യത്തിനുള്ളത് പ്രകൃതിയിലുണ്ട്, അത്യാഗ്രഹത്തിനുള്ളത് ഇല്ലതാനും. 103-ാം സങ്കീർത്തനം 15-ാം വാക്യം. മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റ് അതിന്മേലടിക്കുമ്പോൾ അതില്ലാതെ പോകുന്നു,
അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃ ശുശ്രൂഷയിൽ എളിയ ദാസൻ.